ഹലോ, വെൽക്കം ബാക്ക് ടു നിസിൻ വേൾഡ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള ബീഫ് മന്തി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാലോ? ആദ്യം തന്നെ 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓൾ സ്പൈസസ്, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ 1 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ഉള്ളി, പിന്നെ മാഗീൻ്റെ 2 ബീഫ് ക്യൂബ്സാണ് അതിട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില, പുതിനയില, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് അറബിക് മസാലയാണ്, പിന്നെ കുറച്ച് ഇത് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ്. ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനിങ്ങനെ മിക്സാക്കിയ ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാത്രത്തിലേക്ക് നിറച്ചും വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓൾ സ്പൈസസും ബേ ലീവ്സ്, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിൽ, ഇതെല്ലാം ഇട്ട് നല്ലോണം വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 4 കപ്പ് ബാസ്മതി റൈസ് കഴുകി ക്ലീൻ ചെയ്തിട്ട് വെള്ളം വാർത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഊറ്റി മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ബീഫൊക്കെ നല്ല വെന്തിട്ട് ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ റൈസ് ഇട്ട് കൊടുക്കണം. ഇത് റൈസ് ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾ പാല് കലക്കിയതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പച്ചമുളക് വെച്ചെടുക്കുക. ഇതൊരു നല്ല ഫ്ലേവർ കിട്ടും, എരിവൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില, പുതിന, പിന്നെ നമ്മൾ ഗ്രേവി വീണ്ടും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ റെഡ് കളർ ചേർക്കണം എന്നുള്ളത് റെഡ് കളർ ചേർക്കുക. പിന്നെ ഞാൻ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഗ്രേവിയൊക്കെ വെച്ച ശേഷം ജസ്റ്റ് ഓയിൽ വെച്ചിട്ട് അടിച്ച് വെക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ കുക്കാകണം. അപ്പോൾ നമ്മുടെ നിസിൻ വേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിലോട് വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇനി നമ്മൾ ബീഫ് മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം തുറന്നു നോക്കാം. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിനെ ഇളക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിന് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.